Welcome to the learning track where science meets sound. If you have ever wondered how music moves us, why instruments sound different, or what sound really is, you are in the right place. Here we explore the physics behind musical notes, the science of sound waves and hearing, how instruments work, how sound affects your brain and emotions, fun experiments, sound tricks, and more. Whether you are a music lover, a curious learner, or a budding scientist, this channel makes complex ideas simple, visual, and fun. Hit subscribe and turn up the volume. Let's explore the invisible world of sound together. ഓക്കെ, ആദ്യം തന്നെ ഞാനൊരു ഇൻട്രൊഡ്യൂസിങ് ക്വസ്റ്റൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു കൗതുകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, എവർ വണ്ടർഡ് വൈ സർട്ടൻ മ്യൂസിക്കൽ നോട്ട്സ് സൗണ്ട്സ് ഹാർമോണിയസ് വൈൽ അതേഴ്സ് ക്ലാഷ്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ തുടങ്ങി നമ്മൾ സൗണ്ടിനെ പറ്റി നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് എങ്ങനെയാണ് നല്ല ഹാർമോണിയസ് ആയിട്ടുള്ള മ്യൂസിക് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും വാച്ച് ചെയ്യുക, കാണുക, ഈ ഒരു ക്വസ്റ്റ്യൻ മൈൻഡിൽ വെക്കുക. ഓക്കെ. Okay, so we hear sound when we talk to people, listen to music, play a musical instruments, etc. But have you ever wondered what sound is and how it originated? അല്ലേ, നമുക്കറിയാം, നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ മ്യൂസിക് കേൾക്കുമ്പോഴും പലതരം സൗണ്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ സൗണ്ട് എന്താണ്? സൗണ്ട് ഇത് എങ്ങനെ ഉണ്ടാകുന്നു? വാട്ട് ഈസ് ദ ഒറിജിൻ? അത് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തന്നെ സൗണ്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഇസ് സൗണ്ട്? എന്താണ് സൗണ്ട്? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഇപ്പോൾ സൈഡിൽ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്ത് പിക്ചറാണ്? നമ്മുടെ ഗിറ്റാറാണ് അല്ലേ. ഗിറ്റാർ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ ഈ ഗിറ്റാറിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മ്യൂസിക് അവിടെ പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ്, ഗിറ്റാറിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു മ്യൂസിക് കേൾക്കുന്നത്? ജസ്റ്റ് നമ്മൾ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നമ്മൾ ഈ സ്ട്രിങ്ങിൽ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടച്ച് കൊടുക്കുമ്പോൾ ആ സ്ട്രിങ് ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു വൈബ്രേറ്റ് അല്ലെ, അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ ആ ഒരു പർട്ടിക്കുലർ വൈബ്രേഷനിലൂടെയാണ് അവിടെ എന്തുണ്ടാവുന്നത്? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡ്യൂ ടു ദ വൈബ്രേഷൻ ഓഫ് ദ string, the sound wave starts to propagate. അവിടെ സൗണ്ട് വേവ്സ് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ ആ ഒരു മീഡിയം എന്തായിരിക്കും? ആ ഒരു പർട്ടിക്കുലർ സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മീഡിയം ഇൻ ദ കേസ് ഓഫ് ഗിറ്റാർ ഏതാണ്? ആ ഒരു സ്ട്രിങ് ആണ് അല്ലെ. ആ ഒരു സ്ട്രിങ്ങിലാണ് അവിടെ സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ അതായത് ഈ സൗണ്ട് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മീഡിയം ചില സമയത്ത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ഗ്യാസ് ആവാം. ഓക്കെ, അപ്പോൾ സൗണ്ട് എന്ന് പറയുന്നത് ഇസ് എ വൈബ്രേഷൻ ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ എ മീഡിയം ഇൻ ദ ഫോം ഓഫ് എ മെക്കാനിക്കൽ വേവ് അല്ലേ. അപ്പോൾ നമ്മൾ വേവ് മോഷൻ എന്ന് പറയുന്ന ക്ലാസ് എടുത്തപ്പോൾ അതിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് എന്താണ് മെക്കാനിക്കൽ വേവ്, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, അതെല്ലാം പറയുന്നുണ്ട് അല്ലേ. അപ്പം മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് നീഡ് എ മീഡിയം, ആ ഒരു പർട്ടിക്കുലർ വേവ് നീഡ് എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. അതിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് അവിടെ മീഡിയം ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള വേവ്സിനെ നമ്മൾ മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നു. സോ ഇപ്പോൾ സൗണ്ട് വേവ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു മെക്കാനിക്കൽ വേവ് ആണ്. അതിന് ഒരു മീഡിയം ആവശ്യമാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ the medium in which propagates can either be solid, liquid or a gas. ഓക്കെ, അപ്പം മെക്കാനിക്കൽ വേവ് എന്താണെന്ന് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം മെക്കാനിക്കൽ വേവിൽ നമ്മുടെ സൗണ്ട് വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതായത് മെക്കാനിക്കൽ വേവിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇതൊക്കെ എന്താണെന്നുള്ളത് വേവ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കാണുക. ഓക്കെ, സോ നമ്മൾ മെക്കാനിക്കൽ വേവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ. അതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് എന്താണ്? ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം വൈബ്രേറ്റ്സ് ഇൻ എ ഡയറക്ഷൻ parallel to the direction of propagation of the wave.
ഓക്കെ. ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണോ അതിന് പാരലൽ ആയിട്ടായിരിക്കും അവിടുത്തെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള വേവിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സ്ട്രിങ്ങിന്റെ കേസിൽ നമ്മൾ സ്ട്രിങ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ, ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നതും ആ ഒരു പർട്ടിക്കുലർ വൈബ്രേഷൻ പോകുന്ന ഡയറക്ഷനും ഏത് സെയിം ഡയറക്ഷൻ തന്നെയാണ്, പാരലൽ ഡയറക്ഷനിൽ തന്നെയാണ്. ഓക്കെ. സോ അങ്ങനെയുള്ള വേവിനെ നമ്മൾ പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നാണ്. ഓക്കെ. സോ സൗണ്ട് വേവ് ഇസ് എ ടൈപ്പ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഈ ഒരു സെയിം പിക്ചർ തന്നെ നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ നോക്കൂ, ഇതൊരു ട്യൂണിംഗ് ഫോർക്ക് ആണ്, നമ്മൾ ലാബിലൊക്കെ കണ്ടിട്ടുള്ള ട്യൂണിംഗ് ഫോർക്ക് ആണ്. അപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് പാരലൽ ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ പാരലൽ, ആ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ്സ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ. ആ ഒരു മോഷൻ അല്ല, പ്രൊപ്പഗേഷൻ. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പാരലൽ ആയിട്ട് തന്നെ പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്യുന്നു. അതാണ് ലോഞ്ചിറ്റ്യൂണൽ വേവിന്റെ ഒരു കേസ്. അപ്പോൾ സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. ഇതൊരു മെക്കാനിക്കൽ വേവ് ആണ് ബിക്കോസ് ഇറ്റ് നീഡ് എ മീഡിയം. പിന്നെ ലോഞ്ചിറ്റ്യൂണൽ വേവിന്റെ വേറൊരു കേസ് എന്താണ്, നമ്മൾ പറഞ്ഞു അതിന് ഹൈ പ്രഷർ ഏരിയ, ലോ പ്രഷർ ഏരിയ ഉണ്ട്. അതായത് ഹൈ പ്രഷർ ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ കൂടുതലാണ്, അപ്പോൾ മോളിക്യൂൾസിൻ്റെ ആ ഒരു മോളിക്യൂൾസ് വളരെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കും, അപ്പോൾ അവിടെ പ്രഷർ കൂടുതലാണ്. ഇനി ലോ പ്രഷർ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, അതായത് മോളിക്യൂൾസ് കുറച്ചും കൂടെ ഫ്രീ ആണ്, ഇപ്പോൾ ലോ പ്രഷർ ഏരിയ ആണ്. അപ്പോൾ ഈ ഹൈ പ്രഷർ ഏരിയനെ നമ്മൾ കംപ്രഷൻ എന്ന് പറയും, ലോ പ്രഷർ ഏരിയനെ നമ്മൾ റെയർഫ്രാക്ഷൻസ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഈ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിൽ നമുക്ക് കാണാം കണ്ടിന്യൂസ് ആയിട്ട് കംപ്രഷൻ ആൻഡ് റെയർഫ്രാക്ഷൻസ്. ഓക്കെ. സോ ഇതെല്ലാം ഒരു എന്താണ് ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇപ്പോൾ പറയുന്നത്. സോ സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നമ്മുടെ സൗണ്ട് വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് ടേബിളിലാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോഴും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ഷോർട്ട് ടേബിളിലാക്കി കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പോൾ സൗണ്ട് വേവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് വരുന്നത് ടൈപ്പ്. ഓക്കെ. സൗണ്ട് വേവിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, എന്ത് ടൈപ്പാണ്, മെക്കാനിക്കൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് അല്ലേ. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ അതിന് മീഡിയം അത്യാവശ്യമാണ്. ഓക്കെ. മീഡിയം ആവശ്യമാണ് ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. ഓക്കെ. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ particles of the medium vibrates in a direction parallel to its direction of propagation of the wave. ഓക്കെ. ഇതാണ് ലോഞ്ചിറ്റ്യൂണൽ വേവും മെക്കാനിക്കൽ വേവും. അപ്പോൾ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക മെക്കാനിക്കൽ ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. ഇനി നെക്സ്റ്റ്, മീഡിയം നീഡഡ് ആണോ? യെസ്, മീഡിയം വേണം അല്ലെ. സൗണ്ട് കനോട്ട് ട്രാവൽ ഇൻ എ വാക്വം. വാക്വത്തിലൂടെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം സൗണ്ട് നീഡ് എ മീഡിയം ബിക്കോസ് ഇറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇനി വാക്വത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല വൈബ്രേറ്റ് ചെയ്യുന്നില്ല, നോ പാർട്ടിക്കിൾസ് ടു വൈബ്രേഷൻ ഉണ്ടെങ്കിലേ സൗണ്ട് വേവ്സിന് പ്രൊപ്പഗേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ വൈബ്രേഷൻ വേണം, വൈബ്രേഷൻ ഉണ്ടെങ്കിൽ പ്രൊപ്പഗേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ വൈബ്രേഷൻ ചെയ്യണമെങ്കിൽ അവിടെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് വേണം. അപ്പോൾ വാക്വം എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് ഒന്നുമില്ല, സോ നോ പാർട്ടിക്കിൾസ് ടു വൈബ്രേറ്റ്. സോ വാക്വത്തിലൂടെ സൗണ്ട് വേവ്സ് cannot travel. Okay, cannot travel in a sound cannot travel in a vacuum. വാക്വത്തിലൂടെ ഒരിക്കലും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്താണ്, അവിടെ വൈബ്രേറ്റ് ചെയ്യാൻ പാർട്ടിക്കിൾസ് ഇല്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, എങ്ങനെയാണ്, പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വേവ് ട്രാവൽ. ഓക്കെ. വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിൽ പാരലൽ ആയിട്ടായിരിക്കും പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു സ്പീഡ് എന്ന് പറയുന്ന ഒരു കാര്യം വരും. അതായത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് ഏതൊരു ഇതിലായിരിക്കും, അതായത് സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ. ഓക്കെ. അപ്പോൾ നോക്കാം, ഫാസ്റ്റസ്റ്റ് ഇൻ സോളിഡ്സ്. കണ്ടോ, സോളിഡ്സിലാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. അവിടെ നല്ലൊരു ബേസ് ആയിട്ടുള്ളൊരു സോളിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാർട്ടിക്കിൾസ്, അതായത് ആ ഒരു പെർട്ടിക്കുലർ സോളിഡിൽ എന്താണ്
കൂടുതൽ സൗണ്ട് ട്രാവൽ ചെയ്യും അല്ലേ. അപ്പോൾ ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സോളിഡ് എന്ന് പറയുന്നത് മോളിക്യൂൾസിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വളരെ എന്താണ് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും സോളിഡ്സിൽ അല്ലേ. അപ്പോൾ സൗണ്ട് ട്രാവൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ലിക്വിഡ്സിലേക്ക് വരുമ്പോൾ എന്താണ് കുറച്ചും കൂടെ കുറയും സ്പീഡ്, കാരണം ലിക്വിഡ്സിൽ മോളിക്യൂൾസ് കുറച്ചും കൂടെ ഫ്രീ ആണ് അല്ലേ. ഇനി ഗ്യാസ് അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, വളരെ ലൂസ് ആയിട്ടാണ് മോളിക്യൂൾസ് ഗ്യാസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് കുറച്ചും കൂടെ സ്ലോ ആയിട്ടായിരിക്കും സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ മോളിക്യൂൾസിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് നമുക്ക് സോളിഡ്സിലൂടെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ സൗണ്ട് ട്രാവൽ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് വേവ്സ്. ഇതൊന്ന് നിങ്ങൾ ഓർത്തിരിക്കുക, സ്ലൈഡ് ഒന്ന് സേവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ ഇനി ഇവിടെ എഴുതിയിരിക്കുന്നൊന്ന് വായിക്കാം. Sound waves are the physical basis of musical sounds consisting of compressions and rarefactions of air molecules. These waves are characterized by frequency which determines pitch. Okay, അപ്പോൾ frequency അതായത് നമുക്കറിയാം സൗണ്ട് വേവ്സ് എന്ന് പറയുമ്പോൾ അതിന് കുറേ നേച്ചർ ഓഫ് സൗണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഒരു വേവ് എടുക്കുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന കുറേ ടേംസ് ആണ് ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, പിച്ച്, വേവ് ലെങ്ത്, ഇങ്ങനെയുള്ള ടേംസ്. അപ്പോൾ ഈ ടേംസിനെല്ലാം കുറിച്ച് നന്നായി പഠിച്ചാൽ എങ്ങനെയാണ് ഒരു മ്യൂസിക്കിലേക്ക് നമ്മൾ ഈ സൗണ്ട് വേവ്സിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നല്ലൊരു മ്യൂസിക് ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു വേവ്സ് ക്യാരക്ടറൈസ് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഫ്രീക്വൻസി എന്താണ്, ഫ്രീക്വൻസി എപ്പോഴും പിച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ പിച്ച് കൂടുതലാണ്. ഓക്കെ, സോ ഫ്രീക്വൻസി വിച്ച് ഡിറ്റർമൈൻസ് പിച്ച് ഓഫ് ദ സൗണ്ട്. അതുപോലെ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ വിച്ച് ഡിറ്റർമൈൻസ് ലൗഡ്നെസ് ഓഫ് ദ സൗണ്ട്. അതായത് ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് എന്തായിരിക്കും അവിടെ ലൗഡ്നെസ് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി വേവ് ലെങ്ത് വിച്ച് ഈസ് റിലേറ്റഡ് ടു ഫ്രീക്വൻസി, ഫ്രീക്വൻസിയോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം, എന്നാലേ നമുക്ക് കൂടുതൽ മ്യൂസിക്കിൻ്റെ കേസിലേക്ക് ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയാൻ പറ്റുള്ളൂ. In music, these sound waves are organized and manipulated to create melodies, harmonies and rhythms. കണ്ടോ, അപ്പോൾ മ്യൂസിക്കിൽ ഈ സൗണ്ട് വേവ്സിനെ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഫ്രീക്വൻസി, പിച്ച്, ആംപ്ലിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി ഓർഗനൈസ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് മെലഡീസ്, ഹാർമണീസ്, റിതംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോൾ ഈ ക്രിയേഷന് മുന്നേ നമുക്ക് എന്തറിയണം, നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് നന്നായിട്ട് അറിയണം അല്ലെ. എന്താണ് ഫ്രീക്വൻസി, എന്താണ് ഫ്രീക്വൻസിയും പിച്ചും തമ്മിലുള്ള റിലേഷൻ, അവർ തമ്മിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്, എന്താണ് ലൗഡ്നെസ്, ഇതെല്ലാം നമ്മൾ അറിയണം. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ടേംസിനെല്ലാം പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ നോക്കിയത് എന്താണ്, സൗണ്ട് വേവ്സിനെ പറ്റിയാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം, നമുക്ക് ജസ്റ്റ് റിഫ്രഷ് ചെയ്തതാണെന്ന് മാത്രം പറയാം അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് റിഫ്രഷ് ചെയ്തു, അതിനോടൊപ്പം കുറേ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമ്മുടെ മൈൻഡിലേക്ക് കയറണം, എന്നാലേ നമുക്ക് ജസ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നൊന്ന് ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൊണ്ടുവരും. സോ എല്ലാവരും അടുത്ത ക്ലാസ് മുടങ്ങാതെ കാണണം. അതിൽ നമ്മുടെ ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഓൾറെഡി കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ ക്വസ്റ്റ്യൻസും അതുപോലെ PSC എല്ലാ റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും കാണാം. സോ ഇന്നത്തെ ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു.